പെറ്റവരെ ഉറ്റവരെ കാട്ടുമൃഗം വീട്ടിനുള്ളിൽ തെറ്റയില്ല കൊമ്പുമില്ല രണ്ടു കാലൻ ആണൊരുത്തൻ ദേ കണ്ട കണ്ട പുഞ്ചിരിക്കണ് ജിഞ്ചായി നമ്മെ തിന്നിരിക്കണ് ചിന്തയിൽ പോലും. ഏറ്റവും മികച്ച ഹിറ്റ് സിനിമകൾ എപ്പോഴും ജനിച്ചിട്ടുള്ളത് മികച്ച കൂട്ടുകെട്ടുകളിലൂടെയാണ്. പക്ഷേ ആ മികച്ച കൂട്ടുകെട്ടുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനെ മികച്ച കൂട്ടുകെട്ടെന്ന് മാത്രമല്ല, സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ്, അങ്ങനെ ഒരു കൊളാബറേഷൻ എന്ന് നമുക്ക് പറയണം. കാരണം ഒരു വശത്ത് ഏകദേശം 14 വർഷത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ബാനർ, ആൻഡ് മറുവശത്ത് 20 വർഷത്തിലധികമായി തിരശ്ശീലയിൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഒരു അമാൽഗമേഷൻ വരുമ്പോൾ അത് ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ അല്ല, ദാറ്റ് ഈസ് extra decent. So ladies and gentlemen, can we make some noise? ഒരു നല്ല കയ്യടിയാവാം എല്ലാവർക്കും, because ഇന്ന് we are here to celebrate the audio launch of Extra Decent. And നമുക്കറിയാം പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മാസം കൂടിയാണ് ഡിസംബർ. ഒരുപാട് ആഘോഷങ്ങളുള്ള ഒരു മാസം, ആൻഡ് അതുകൊണ്ട് തന്നെ ഇതും അതിലൊരു ആഘോഷമായി മാറുകയാണ്. 2024 ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അത് ആഘോഷിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ആമർക്കയുടെ പരിപാടി ആയതുകൊണ്ടാണ് ഇത്രയും പവർ ഇവിടെ ആണെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡിൽ ഫുൾ പവർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് ഈ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. വി ആർ ഓൾ സെറ്റ് ടു സെലിബ്രേറ്റ് ഫോർ എക്സ്ട്രാ ഡീസൻറ്റ്, ഒരു കൊളാബറേഷൻ ഓഫ് ബാനേഴ്സ് നമ്മൾ പറഞ്ഞു. ആൻഡ് ആ ബാനേഴ്സിലെ ഈ സിനിമ നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകർ, മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുമിച്ച് നെഞ്ചിലേറ്റാൻ പോകുന്ന മറ്റൊരു സിനിമ ഈ ഡിസംബർ 20 നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ വി ആർ ഓൾ സെറ്റ് ടു സ്റ്റാർട്ട് ദ സെലിബ്രേഷൻ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി ഗസ്റ്റ് ഒക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഡിലേ ഇവിടെ വന്നത്. സോ അതുകൊണ്ട് എന്തായാലും ആദ്യം തന്നെ ഈ ഒരു ചെറിയ ഡിലേ വന്നതിന് എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. ബട്ട് വി ആർ ഓൾ സെറ്റ് ടു സ്റ്റാർട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ കുറച്ചുകൂടി ഗസ്റ്റ് വരാനുള്ളവരൊന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിൽ ബി സ്റ്റാർട്ടിങ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ആ ഒരു കൊളാബറേഷൻ ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ്, ഡിഫറെൻറ്റ് ആൻഡ് സ്പെഷ്യൽ ആൻഡ് വേഴ്സറ്റൈൽ കൊളാബറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ ഡീസൻറ്റിൽ തുടങ്ങുന്നതിന് മുമ്പ് ആ കൊളാബറേഷൻ്റെ ഒരു സൈഡിൽ നമുക്ക് പോവാം. അപ്പോൾ ഇപ്പം ഇനി ഇവിടെ കുറച്ച് നേരത്തേക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഇപ്പോൾ ഇവിടെ മൊത്തം ഒരു ബഹളമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ടോബി, ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് സെറ്റായത്. സോ ആ ഒരു കൊളാബറേഷനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം ഒരു സൈഡ് എടുക്കുകയാണ്. ഈ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രൊഡക്ഷൻ ബാനർ. വി ഹാവ് മാജിക് ഫ്രെയിംസ്. 2011 ട്രാഫിക് എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി മൂവി കൊണ്ടുവന്നുകൊണ്ട് മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് ആ ഒരു പ്രൊഡക്ഷൻ ബാനർ. പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനായിട്ട് എത്തി നിൽക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ ബാനർ നമ്മളോട് എല്ലാവരോടും വലിയ ഒരു കഥ പറയാനുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ഓഫ് മാജിക് ഫ്രെയിം. സോ ആ ഒരു ജേർണിയിലൂടെ നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും, ladies and gentlemen, eyes on to the screen, because we're all set to take you through this beautiful journey of Magic Frames.
ഓഫ് ദ ജേർണി ഓഫ് മാജിക് ഫ്രെയിംസ്. ഇന്ത്യൻ സിനിമ ആരാധകരുടെ മനസ്സിലിടം പിടിച്ച 37 സിനിമകൾ, മനസ്സിലിടം പിടിച്ച, ഇനി ഇടം പിടിക്കാൻ പോകുന്ന മൊത്തത്തിലൊരു 37 സിനിമകൾ. ആൻഡ് ആ സിനിമകളിലേക്ക് നോക്കുമ്പോൾ അത് മലയാളം മാത്രമല്ല, മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊരു 100 crore ഹിറ്റും ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു വേദി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷുഡ് ബി വിത്ത് ഹിസ് പ്രസൻസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു ഇൻവൈറ്റ് വൺ ആൻഡ് ഓൺലി ലിസ്റ്റൻ സ്റ്റീഫൻ. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ലിസ്റ്റൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു ബ്യൂട്ടിഫുൾ ജേർണി, ഇറ്റ് വാസ് ഓൾ അബൌട്ട് മാജിക് ഫ്രെയിംസ്. 2011 തുടങ്ങിയ ആ ഒരു ജേർണി, ആൻഡ് ഇറ്റ് വാസ് ഹിസ് മാസ്റ്റർ ബ്രെയിൻ. സോ ലിസ്റ്റൻ ചേട്ടാ, ഇറ്റ്സ് അബൌട്ട് ആ ഒരു ജേർണിയെക്കുറിച്ച്, 14 വർഷത്തെ ആ ഒരു ജേർണിയെക്കുറിച്ചും, ആൻഡ് ആ ജേർണിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ ഡീസനിലെത്തി നിൽക്കുകയാണ്. അബൌട്ട് ദാറ്റ്. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്ത് SLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതൽ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററൂടെ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു വന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഈവൻ പറ്റുന്നു. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനുമായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ഇത് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസിലുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ടായില്ല, കുറച്ച് പ്രതീക്ഷിച്ച അത്രയും വർക്കൗട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആകണമെന്നൊക്കെ പ്രതീക്ഷിച്ച് അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കഴിഞ്ഞ പടത്തിൽ ഒരു A കുറവായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ള ധാരണയിൽ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ double Aയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജ് ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറിയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുധീറേട്ടനായിക്കോട്ടെ, സുധീറേട്ടൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ട് ഉള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരേട്ട ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയരുത്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പം ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ്, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയത്തില്ല. അത് ഒരു നിർമ്മാതാവിന്
അനുഭവയോഗം കൂടെ വേണം, എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജും തൻ്റെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്നൂടെ കൂട്ടി, ശമ്പളം മാത്രം പോരാ, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്കാണ്, മുഴുവൻ തരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എനിവേ വളരെയധികം സന്തോഷം, ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ.